അതെല്ലാം ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. സ്വാഭാവികമായിട്ടും വിചാരണ അടിയന്തരമായിട്ട് നടക്കേണ്ടതുണ്ട്. കോടതി തന്നെ ഒരു ഘട്ടത്തിൽ ഇടപെട്ടതാണ് വിചാരണ ഒരു നിശ്ചിത സമയത്തിനകം പൂർത്തിയാക്കണം എന്ന്. അതിൻ്റെ സമയം പൂർത്തിയായിട്ടില്ല. അതിനു മുമ്പ് പൂർത്തിയാക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം അഭിപ്രായം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ ആഘോഷമാണ് യഥാർത്ഥത്തിൽ ഓണം. ഓണം വരുന്ന സെപ്റ്റംബർ ആദ്യം എത്തുകയാണ്. കേരളത്തിലെ ഗവൺമെൻറ് കേന്ദ്രത്തോട് പൊതുവിതരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നൽകാൻ സാധിക്കുന്ന തരത്തിലുള്ള അരിവിഹിതം വർദ്ധിപ്പിക്കണം എന്ന് പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടതിൻ്റെ തുടർച്ചയായിട്ട് വന്ന വാർത്ത ഒരു വിഹിതവും നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അരി കേരളത്തിൽ നൽകില്ല, അരി ഇല്ലാതുകൊണ്ടല്ല, കേരളത്തിൽ നൽകില്ല എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അത് തെറ്റായ നിലപാടാണ്. കേരളത്തോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ്. ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭരണഘടനാപരമായ നിലപാടിനോട് എതിരായ ഒരു സമീപനമാണ്. ആ സമീപനത്തിനെതിരായി കേരളത്തിലെ ജനങ്ങൾ ശക്തിയായി പ്രതികരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എങ്കിലും കേരള ഗവൺമെൻറ് അരിവിഹിതം കേന്ദ്ര ഗവൺമെൻറ് തരാതെ ഈ പശ്ചാത്തലത്തിലും കെയർ റൈസ് കൂടുതൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പൊതുവിതരണ സംവിധാനത്തെ തകർക്കുക എന്ന ആഗോളവൽക്കരണ നിലപാടിൻ്റെ ഭാഗമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോടുള്ള തികച്ചും നിഷേധാത്മകമായ സമീപനത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഈ അരി നൽകില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത്. അതിനെതിരായ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. മെഡിക്കൽ കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ഉന്നയിച്ച ഡോക്ടർ ഹാരിസിനെ എങ്ങനെ മുഖ്യമന്ത്രി ഒരു വിമർശന ഭാഷയിലാണ് പ്രതികരിച്ചത്? വിമർശന ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചത്. അതിനെന്താ കുഴപ്പം? വിഷയം ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഡോക്ടർ വിഷയം ചൂണ്ടിക്കാണിക്കേണ്ട പോലെ ചൂണ്ടിക്കാണിക്കണം കേട്ടോ. വിഷയം ചൂണ്ടിക്കാണിക്കേണ്ടത് എങ്ങനെയാണോ അങ്ങനെ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ അല്ലാതെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തെയാണ് വിമർശനാത്മകമായിട്ട് പറഞ്ഞത്. പ്രശ്നം ഉണ്ടായാൽ പരിഹാരം അല്ല, പ്രശ്നം ഉണ്ടായാൽ പരിഹരിക്കും. അതിൽ പ്രശ്നമൊക്കെ ഉണ്ടാവും. നൂറുകണക്കിന് ആശുപത്രികളും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള നിരവധി സംവിധാനങ്ങളുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും ചില പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടാവും. ആ ഉണ്ടാവുന്നത് ശ്രദ്ധയിൽപ്പെട്ട് ഉടനെ തന്നെ പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു, പരിഹരിക്കുകയും ചെയ്തു. അത്രയേ ഉള്ളൂ കാര്യം. അതായത് നിങ്ങളുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഏറ്റവും നന്നായി നടക്കുന്ന ഇന്ത്യയിലെയും ലോകത്തെയും പ്രധാനപ്പെട്ട ഒരു ആതുര ശുശ്രൂഷ മേഖലയാണ് കേരളം. ആ കേരളത്തിൽ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള നിരവധി പദ്ധതികളുടെ, ഇപ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇവിടെ കോവിഡ് പശ്ചാത്തലം ഉൾപ്പെടെയുള്ള സാഹചര്യത്തിൽ ലോകം തന്നെ പ്രശംസിച്ച കേരളത്തിലെ ജനകീയ ആരോഗ്യ പ്രസ്ഥാനം. ആ ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പർവ്വതീകരിച്ച് ഇനി ഇവിടെ അതേ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയെ എന്താ പറയുക? എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് സമരം നടത്തുക. ഒരു പ്രത്യേക രൂപം തന്നെ ഇങ്ങനെയല്ല, പ്രത്യേക രീതിയിലുള്ളൊരു മാനസികാവസ്ഥ തന്നെയാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കേരളം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആതുര ശുശ്രൂഷ മേഖലയിൽ ശ്രദ്ധേയമായ ഒരു സംസ്ഥാനമാണ് കേരളം. ഒരു രാജ്യം എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു സംസ്ഥാനമാണ് കേരളം. അമേരിക്ക പോലും കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞളിച്ച് നിന്നപ്പോൾ ശരിയായ നിലപാട് സ്വീകരിച്ചു പോയ ലോകത്തെ തന്നെ ഒരു കേന്ദ്രമാണ് കേരളം. ആ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിൽ തന്നെയോ ഏതെങ്കിലും ഒരു മരുന്നോ ഏതെങ്കിലും ഒരു പ്രശ്നമോ വന്നു കഴിഞ്ഞാൽ ഉടനെ അതോടുകൂടി കേരളത്തിലെ ഈ പറയുന്ന ജനകീയ ആരോഗ്യ പ്രസ്ഥാനം മുഴുവൻ തകർന്നിരിക്കുന്നു എന്ന് പറയാനാണ് UDF ആഗ്രഹിക്കുന്നത്. അതാണ് വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പറയുന്നതിനോടൊപ്പം നിന്നുകൊണ്ടാണ് നിങ്ങളുടെ വിശദീകരണം മുഴുവൻ. അതിനെ ചൂണ്ടിക്കാണിച്ചതിന് കുഴപ്പമൊന്നുമില്ല. ഇത് ചൂണ്ടിക്കാണിക്കലൊന്നുമല്ല, നിഷേധാത്മകമായ നിലപാടാണ് കേട്ടോ. നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് എവിടെയാണ് കുറ്റം പറഞ്ഞ് ഒന്നുമില്ലാതെ ഒരവസ്ഥയിലേക്ക് കേരളത്തിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആയിക്കോട്ടെ എന്ന് ആരെങ്കിലും പിന്തുണക്കുകയോ തുറക്കുകയോ ഒക്കെ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് വ്യത്യാസമില്ല. ഞാനിവിടെ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. ലോകോത്തരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആതുര ശുശ്രൂഷ മേഖല ആകെ വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിനെ മുഴുവൻ അപകീർത്തിപ്പെടുത്തത്തക്ക രീതിയിലുള്ള നിലപാടുകൾ പ്രതിപക്ഷവും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം നിന്ന് മാധ്യമങ്ങളും
ആ ഒരു ശ്രമത്തിൽ നിന്ന് പിന്തിരിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെ പറയാനുള്ളത്. ചൂണ്ടിക്കാണിക്കുക, നിങ്ങൾ എല്ലാവരും എപ്പോഴും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുക. ചൂണ്ടിക്കാണിക്കേണ്ടത് ചൂണ്ടിക്കാണിച്ചാൽ മതിയോ? എപ്പോഴും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കേണ്ട. ആ ചൂണ്ടിക്കാണിക്കുന്നത് പറയുന്നത് തന്നെ വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ്. അതാ കാര്യം. അല്ലാതെ ചൂണ്ടിക്കാണിക്കുന്നതിന് ആയിരിക്കും ഇപ്പോൾ എതിർപ്പുള്ളത്. നല്ല കാര്യം തീരെ പറയുന്നില്ല. നല്ല കാര്യം പറയാതിരിക്കുകയും എന്നിട്ട് ഇമാതിരി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവൻ പർവ്വതീകരിക്കുകയും എന്നുള്ളതാണ്. നിലപാട് വിമർശിക്കേണ്ടതാണ് എന്ന് മാഷ് പറഞ്ഞു. പക്ഷേ അതേസമയം തന്നെ തന്റെ പ്രതികരണത്തിൽ സമരങ്ങൾ വേണ്ട എന്ന് കൂടി ഡോക്ടർ ഹാരിസ് പറഞ്ഞിട്ടുണ്ട്. സമരങ്ങൾ പാടില്ല എന്ന് കൂടി ഹാരിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആരെങ്കിലും പറയുന്നതിനനുസരിച്ചിട്ടാണോ പ്രതിപക്ഷം സമരം ചെയ്യാൻ പോകുന്നത്? പ്രതിപക്ഷത്തിന് ഒരു ആയുധം നൽകുന്ന രീതിയിലുള്ള പരാമർശം വന്നാൽ സ്വാഭാവികമായിട്ടും അതിന് അവരുടേതായ പ്രതികരണം വരികയും ചെയ്തു. ഇനിയിപ്പം ഡോക്ടർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് നടന്നല്ലോ. എന്താ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞതാണ് എൻ്റെ കാതൽ. അതായത് ലോകോത്തരമായ രീതിയിലുള്ള കേരളത്തിലെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലയെ വല്ലാതെ രീതിയിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അത് ഉപയോഗിച്ചത്. അതാ കാര്യം. അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് മാധ്യമങ്ങളോടും എനിക്ക് പറയാനുള്ളത്. ടീം UDF അത് ടീമേ ഇല്ല. ടീം വന്ന് UDF ടീമില്ലാതെ കൊണ്ടല്ലേ മേയറും മറ്റേ എന്തൊക്കെയാണെന്ന് ക്യാപ്റ്റനും പിന്നെ എന്തൊക്കെയോ, അതായത് മിലിറ്ററിയിലെ മുഴുവൻ റാങ്കും ഇപ്പോൾ അവർക്ക് ഓരോരാൾക്ക് കൊടുത്തിരിക്കുകയാണ്. അവസാനം ക്യാപ്റ്റൻസി TPM ക്യാപ്റ്റനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾ എന്തൊക്കെയോ പറയുന്നതിനനുസരിച്ച് ഞങ്ങൾ പറയേണ്ട പല കാര്യമുണ്ടോ? ഞങ്ങളങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇത് അവരെന്നെയാണ് പറയുന്നത്. ഞാൻ ക്യാപ്റ്റനാണ്, നീ മറ്റേ മേജറാണ്, നീ പിന്നെ മറ്റേ കേണലാണ് എന്നൊക്കെ അവരെന്നെ പറയുന്നത്. അതുപോലെ ഞങ്ങളാരും പറഞ്ഞിട്ടൊന്നുമില്ല. ടീം UDF ഇല്ല, ടീം UDF ആവാനും പറ്റില്ല. കാരണം അത് അവസാനം വരുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷാത്മകമായ സാഹചര്യം ഇപ്പോഴേ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണേണ്ടത്. അത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കത് കാണാം. ശരിക്കും ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒന്നും വിലയിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ആവശ്യമില്ലാതെ വിലയിരുത്തലൊക്കെ PJരാജൻ ഉയർത്തിയത് ഒരാൾ സോഷ്യൽ മീഡിയയിൽ പലത് പിന്തുണയും കിട്ടും. പക്ഷേ PJരാജൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതും എല്ലാവരും പറഞ്ഞത് ഒന്ന് തന്നെയാണ്. പിന്നെ വെറുതെ അതിൻ്റെ മേലെ എന്താ എന്ത് വ്യക്തതയാണ് ഇനി വേണ്ടത്? ഏടെ വേണം പറഞ്ഞു. ഞാൻ വിശദീകരിച്ചുതരാം. അത് പറഞ്ഞു തീർന്നിട്ട് മതി. അടുത്ത ചോദ്യം തുടങ്ങുന്നതിന് മുമ്പ് എവിടെയോ അവ്യക്തത വന്നിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞോളൂ. ഏത് അവ്യക്തതയാണ് വന്നത് എന്ന് പറഞ്ഞാൽ? നേരത്തെ ആ കാലം മുതൽ റവാഡയ്ക്ക് പങ്കുണ്ട് എന്ന വിമർശനം പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട്. എക്കാലം ഉന്നയിച്ചിട്ടില്ല. കുറ്റമുക്തനാക്കിയതോട് പ്രശ്നം പിന്നെ തീർന്നില്ലേ? അപ്പോൾ സംശയം തീർന്നല്ലോ. വ്യക്തത വന്നില്ലേ? ഇനി വ്യക്തത വന്നില്ലേ? വെറുതെ പറഞ്ഞു. നായനാർ സർക്കാരിന്റെ കാലത്താണ് ഈ പറയുന്ന കേസിനാക്കിയായിട്ട് അല്ലെങ്കിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് CPM നിലപാടെടുത്തിട്ടുള്ളത്. കരുണാകരന്റെ കാലത്ത് കമ്മീഷൻ അന്വേഷിച്ചിട്ട് അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി. പിന്നീട് കമ്മീഷൻ അന്വേഷണ കാര്യത്തിൽ ആര് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെന്ന അല്ലെന്ന് കണ്ടെത്തി. അത് വ്യക്തത വരാതുണ്ട്. അല്ലെന്ന് വ്യക്തമായി. അതിനുശേഷവും കോടതിയും അത് പരിശോധിച്ച് കോടതിയിലും ആ കാര്യത്തിൻ്റെ അകത്ത് ഒരു വ്യക്തിയും ഉണ്ടായിരുന്നില്ല. കോടതിയില്ല. കുറ്റക്കാരനാണെന്ന നിലപാട് സ്വീകരിക്കേണ്ടത് സർക്കാരല്ലല്ലോ. കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതിൻ്റെ അവസാന വിധി പറയേണ്ടത് കേക്ക്. ഞാൻ പറഞ്ഞ് തീർന്നിട്ട് പറഞ്ഞോ. നിങ്ങൾ വല്ലാതെ രീതിയിൽ കയറി ഞാൻ പറഞ്ഞ കേൾക്കട്ടെ എന്നിട്ട് പറയാം. അതായത് സർക്കാരല്ലല്ലോ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് പ്രഖ്യാപിക്കുക. ആണോ? ആണെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞാൽ ശരി. അല്ലെങ്കിൽ പിന്നെ ആരാ? കമ്മീഷനുമല്ല, പിന്നെ ആരാ? കോടതിയാണ്. കോടതി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറി വല്ലാതെ രീതിയിലുള്ള വിവാദം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? PJ പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല, ഞാൻ പറഞ്ഞപ്പോൾ ഒട്ടും കൺഫ്യൂഷനും ഇല്ല. ഇപ്പോഴാണെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. തീർന്നില്ലേ? വെറുതെ ആവശ്യമില്ലാണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുക.